ഇന്നൊരു പൊതിച്ചോറായാലോ? വിഭവങ്ങൾ കാണിച്ചു തരാം. മീൻ തോരൻ, മീൻ പീര, നാരങ്ങാച്ചാറ്, കായ്ത്തോരൻ, ചോറ്, കോവയ്ക്കാത്തോരൻ, മീൻ ഫ്രൈ. സത്യം പറഞ്ഞാല് നല്ല വിശപ്പും കൊതിയുണ്ട്. എന്തിനാന്നല്ലേ? മത്തി കഴിക്കാൻ വേണ്ടി. നല്ല നാടൻ മത്തി കിട്ടിയപ്പം അതിനെ പിടിച്ച് ഫ്രൈ ചെയ്യുകയും ബാക്കി തോരനൊക്കെ ആക്കി കുറച്ച് അല്ലറ ചില്ലറ കറികളൊക്കെ കൂട്ടി നമ്മളൊരു ചെറിയ പൊതിച്ചോറ് തട്ടിക്കൂട്ടാൻ പോവാണ്. ഏതൊക്കെ മീനുകൾ വന്നാലും പോയാലും നമ്മുടെ മത്തിയുടെ തട്ട് താന്ന് തന്നെ നിൽക്കും. തുടക്കത്തിൽ എന്തായാലും കാര്യങ്ങളൊക്കെ വിശദമായി വിവരിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നാട്ടിലല്ലാത്ത കൊണ്ടും വാഴയിലയ്ക്ക് നല്ല ദാരിദ്ര്യം ഉള്ളതുകൊണ്ടും നമുക്ക് അലുമിനിയം ഫോയിലാണ് ഇന്നത്തെ പരിപാടി. കാനഡയിലൊക്കെ മത്തി കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ഇത് നാട്ടിൽ നിന്ന് വന്ന മത്തി തന്നെയാണ് കേട്ടോ. ഫ്രോസൺ ആണെന്നുള്ള ഒറ്റ കുഴപ്പമേ ഉള്ളൂ. മീൻപീര നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു മെയിൻ സാധനം ആയതുകൊണ്ട് അതെന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റും. കൂടെ നല്ല ഹോം മെയ്ഡ് നാരങ്ങ അച്ചാറും. അയ്യോ ഒരു മിനിറ്റ്, കറി കാണിച്ചില്ലല്ലോ. മോരുകറിയാണ് ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിലെ കറി വിഭവം. കറികളൊക്കെ ഓരോന്നായി നിരന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ധൈര്യമായിട്ട് പൊതി കെട്ടാം. എഡിറ്റ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ദയവ് ഇത് പൊതിച്ചോറ് ഉണ്ടാക്കുക. എന്താന്ന് വെച്ചാൽ ഇത്രയൊന്നും വിഭവം ഇല്ലാത്ത ഒരു വർക്കിംഗ് ഡേയിലായിരിക്കും നമ്മൾ ഇത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ?